നമസ്കാരം, ഞാൻ ലക്ഷ്മി. എനിക്ക് മോനുണ്ടായപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് സ്വന്തമായിട്ടൊരു കേക്ക് ബേക്ക് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പം ഈ വർഷത്തെ ബർത്ത്ഡേക്കാണ് എനിക്കത് സാധിച്ചത്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് വീറ്റ് ഡബിൾ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് അല്ലെങ്കിലും വെറുതെ ബേക്ക് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിന് ഞാൻ അവൻ്റെ 3rd ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ 3 എന്നുള്ള നമ്പർ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം കേക്ക് തന്നെ വെച്ചിട്ട് ഡെക്കറേഷനും അതുപോലെ തന്നെ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഞാൻ പിന്നെ ഇത് എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല, ഒരു പ്രൊഫഷണൽ ടച്ചൊന്നും ഉണ്ടാവില്ല. ഞാൻ സാധാരണ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എൻ്റെ മോനും ഹസ്ബൻഡും എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു കുക്കർ കേക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പാത്രത്തിലേക്ക് ചേർത്തു. നമ്മളിത് ബർത്ത്ഡേ കേക്കാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് മെഷർമെന്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രാമിൽ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ കപ്പ് മെഷർമെന്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിഫറൻസ് വരും കേക്കിന്റെ അളവിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്രാമിൽ പറയണേ. ഇനി കപ്പിന്റെ മെഷർമെന്റ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും കപ്പ് മെഷർമെന്റും കൂടിയും കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. ഇതിലേക്ക് ഒരു 20 ഗ്രാം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീറ്റ് കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളൊരു 3-4 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കണ പോലെയല്ല, വീറ്റ് കേക്ക് ആകുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു പേപ്പറിലേക്കോ ഒരു ഷീറ്റിലേക്കോ ഒക്കെ അരിച്ചെടുക്കുകയാണ് നല്ലത്. ഞാനൊരു ബട്ടർ പേപ്പറിലേക്ക് മിക്സ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. വീണ്ടും ഇത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് വീണ്ടും അരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പേപ്പറാവുമ്പോൾ കണ്ടില്ലേ, ഇടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഞാനിത് ഒരു 4 പ്രാവശ്യം അരിച്ചെടുത്തു ഈ പൊടികളെല്ലാം കൂടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ആഡ് ചെയ്യുന്നത് ഷുഗറാണ്. ഞാനിപ്പോൾ ശർക്കര പൊടിച്ചതാണ് എടുക്കുന്നത്. ഇത് 100 ഗ്രാം ഉണ്ട്. അപ്പോൾ 250 ml. ഇപ്പോൾ എൻ്റെ മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് വേണ്ടി വന്നത്. പാല് ചേർത്ത് കൊടുക്കണം. ഓയിൽ അല്ലെങ്കിൽ ഉരുക്കിയ ബട്ടർ. അപ്പോൾ അത് 80 ml ആണ് വേണ്ടേ. അത് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇത് അത്യാവശ്യം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ ഒരു വിസ്ക് ഇല്ലെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ തടിത്തവി വെച്ചിട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. നാരങ്ങ നീരില്ലെങ്കിൽ വിനീഗർ ആയാലും മതി. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ എന്തായാലും ബേക്ക് ചെയ്യുമ്പോൾ ഉരുകും. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കത്തി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ 1 കപ്പാണ് ചേർക്കണേ. അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്, കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
വളരെ എളുപ്പമാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ശരിക്കും നമ്മൾ കുറച്ച് നേരം അരിച്ചെടുക്കണം എന്നുള്ളൊരു പാടേ ഉള്ളൂ. പിന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ചോക്ലേറ്റ് ഇല്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിന് പകരം വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ആയാലും ചേർക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു റൗണ്ട് ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കണത്. ഒരു നമ്പർ കേക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ടിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പ്രിംഗ് ഫോം പാൻ ഞാനിത് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇല്ലെങ്കിലും സാധാരണ ബേക്കിംഗ് ടിന്നായാലും മതി. ഞാൻ അതിൽ ഇതേ ഷേപ്പിൽ തന്നെ റൗണ്ടിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുള്ള നമ്പറാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 കേക്ക് ടിന്നായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടി വരും. 2 കേക്ക് ടിന്നിലായിട്ട് ഇതേപോലത്തെ 2 കേക്ക് ടിന്നുണ്ട്, ഒരേ വലുപ്പത്തിൽ വെച്ചെങ്കിൽ അതിലുണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് ടിന്നിൽ തന്നെ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും നല്ലത്. ഈ ബാറ്റർ നമുക്ക് പകുതിയാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ബാറ്റർ തന്നെ നമ്മളിത് ഡബിൾ ചെയ്താൽ ചിലപ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും 2 പ്രാവശ്യം മിക്സ് ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാനായിട്ട്. ഇനി ഓവനിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും ഈ കേക്ക് ബേക്ക് ആയത് വരാനായിട്ട്. അപ്പോൾ നമുക്കിനി കുക്കറിൽ എങ്ങനെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ കുക്കർ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ 1 കപ്പ് ഉപ്പാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തത്. നമുക്ക് ഒരു പ്രാവശ്യം ഇട്ടാൽ പിന്നെ ഈ ഉപ്പ് എടുത്ത് വെക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും റീയൂസ് ചെയ്യാം. അപ്പോൾ അത് കളയാൻ തോന്നേണ്ട ആവശ്യമില്ല. വയർ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ സ്റ്റാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം കമഴ്ത്തി വെക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. ഇനി കുക്കർ ഓൾറെഡി ചൂടുള്ളതാണ്, അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മളിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യണം. ഗ്യാസ്കറ്റ് ഇട്ടിട്ടാണ് ഞാൻ കുക്കറിൽ ബേക്ക് ചെയ്യാറ്, പക്ഷെ ഞാൻ വെയിറ്റ് ഇടാറില്ല. അപ്പോൾ വെയിറ്റ് ഇടാണ്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രമൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് അതിൻ്റെ സമയം പറയാൻ പറ്റാത്തത്. ഞാനിപ്പോൾ കറക്റ്റ് ടൈം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്ത് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതലാവുകയാണെങ്കിൽ കരിഞ്ഞു പോവുണ്ടല്ലോ, അതുകൊണ്ടാണ് കറക്റ്റ് ടൈം പറയാത്തത്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കേക്കൊന്ന് ചെക്ക് ചെയ്തിരുന്നു, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞു, അപ്പോൾ ആകെ 45 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതായിട്ടുണ്ടോയെന്ന്. കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. എപ്പോഴും ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കണം, നടുവിൽ വേണം കുത്താനായിട്ട്. എന്നാലാണ് കറക്റ്റ് നമുക്ക് ആയിട്ടുണ്ടോ നോക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിതിൽ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചോക്ലേറ്റ് ഇതിൻ്റെ തുമ്പിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചോക്ലേറ്റ് ആണോ മാവാണോ എന്നുള്ളത്. ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. തുണ്ട് ചോക്ലേറ്റ് ആണ് എൻ്റെ ഇതിൽ പറ്റി വന്നത്. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാനായിട്ട്. ഇതുപോലെ ഇനി നമ്മൾ ഒരു കേക്കും കൂടി ബേക്ക് ചെയ്തെടുക്കണം ഈ കേക്ക്, ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാനായിട്ട്. 2 കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായി തണുത്ത് വന്നു. ഇനി നമുക്ക് ഇതിൽ നിന്ന് 3 ആണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നമ്പർ. അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ആ മുകളിലെ ലെയർ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ കൈ മുകളിൽ വെച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ. ഇതിപ്പോൾ നല്ല ഇതിൽ വന്നിട്ടുണ്ട് ബോൾ ഭാഗം, അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമാണ് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. ആ മുകളിലത്തെ ആ ലെയർ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല ഷാർപ്പ് നൈഫാണ് നമ്മൾ ഈ കേക്ക് കട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് എടുത്താൽ മതി, പെട്ടെന്ന് പോന്നോളൂ. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം.
നമ്മൾ ചോക്ലേറ്റ് പീസസ് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ചോക്ലേറ്റ് കാണുന്നത്. അപ്പോൾ നമ്മൾ 2 കേക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആദ്യം സെൻറ്ററിൽ നമുക്കൊരു സർക്കിൾ കട്ട് ചെയ്ത് മാറ്റണം. ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റൗണ്ട് അടപ്പോ എന്തെങ്കിലും ഉള്ളത് മതി. അത് സെൻറ്ററിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് ആ പോർഷൻ കട്ടായിട്ട് വരും. സർക്കിൾ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്യണം, 3 ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു 30 ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് അളവ് അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. 30 ഡിഗ്രി വെച്ചിട്ട് കട്ട് ചെയ്ത് ഏകദേശം 30 ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. സി ആയി. ഇനി നമുക്ക് അടുത്ത കേക്കും ഇതുപോലെ എടുക്കാം. നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ആക്കി എടുക്കണം. അപ്പം ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് കേക്കിൻ്റെ അടിഭാഗം ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുക്കണം. നമുക്കത് 3 ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. ഇനി ഇതുപോലെ താഴത്തെ കേക്കിൻ്റെ മോൾ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. 3. ഇനി ഇതൊന്നും ജോയിൻ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം ഒന്ന് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നടുവിലത്തെ ഈ ജോയിൻ്റാണ് ഇത്തിരി കറക്റ്റ് ആക്കാനുള്ളത്. അപ്പോൾ അവിടെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇതുപോലെ പീസാക്കി എടുക്കാം. നമ്മുടെ 3 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ആ ഷേപ്പ് ഉണ്ടാക്കാൻ നമുക്ക് എവിടെയൊക്കെ കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് കുറേശ്ശെ ആദ്യം കുറേശ്ശെ കട്ട് ചെയ്തെടുക്കുക. കാരണം കൂടുതൽ കട്ട് ചെയ്താൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും. എന്നാലും ഇപ്പോൾ നിങ്ങൾ സപ്പോസ് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചെങ്കിൽ ആ കട്ട് ചെയ്ത പീസിൽ നിന്ന് കുറച്ചെടുത്ത് ഇവിടെ വെച്ചാൽ മതി. കാരണം ഇത് നമ്മളിനി ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതൊന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ അത് കാരണം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ സിമ്പിൾ ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യാറുള്ള മാതിരി ഞാൻ ഗനാഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗനാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റും ഫ്രഷ് ക്രീമും മിക്സ് ചെയ്തിട്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് 1 കപ്പ്. അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഞാനിത് ഫ്രഷ് ക്രീം 200 ml ഒരു ചെറിയ പാക്ക് കിട്ടുമല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചൂടാറുന്നതിന് മുമ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഈ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് അതിൽ കിടന്ന് മെൽട്ടായി കിട്ടിക്കോളും. ഒരു 1/2 കപ്പ് വീതം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലും 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ആയി ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇത് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗനാഷ് റെഡിയായി. മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയായി. ഇതിന് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നല്ല ലൂസായിട്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വരുമ്പോൾ നല്ല തിക്കായിട്ട് വരും. എന്നിട്ട് വേണം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ. ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഞാൻ. അപ്പോൾ നമ്മുടെ ഗനാഷ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഇതുപോലെ അതൊക്കെ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എല്ലാവർക്കും. ഞാനിത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ പേടിക്കണ്ട. ആയിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ പേപ്പർ എടുത്ത് മാറ്റാം. ശരിയായിട്ടുണ്ടാവും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി. മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഞാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് രണ്ടും ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ട് പൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേക്കിൻ്റെ മുകളിൽ. സിമ്പിളാണ് ശരിക്കും കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഡെക്കറേഷനാണ് നമുക്ക് കുറച്ചും കൂടി സമയം വേണ്ടത്. എനിക്ക് പൊതുവേ വിപ്പിംഗ് ക്രീമിൻ്റെ ഫ്രോസ്റ്റിങ്ങിനോട് അധികം താല്പര്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഫ്രഷ് ക്രീം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം. ഡെക്കറേഷനൊന്നും ഇതന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.